നിൽക്കുന്നതുകൊണ്ട് 40-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സാംസ് 40 40-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. ഇതിന്റെ അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ഹല്ലേലൂയ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന്റെ സ്തുതി തന്നെ. പലരും അത് കണ്ട് യഹോവയിൽ ആശ്രയിക്കും. എന്റെ ദൈവമായ യഹോവയെ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയായി. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുവടിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവയെ നീ അറിയുന്നു. യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല. നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. വാക്യം ചേർന്നവാകെ ഞാൻ ഗുരുതരമാകുന്നു, എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു. എന്റെ സഹായവും കർത്താവിന്റെ സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ദിവസം കർത്താവിന്റെ കർത്താവിനെ ആരാധിപ്പാൻ സുഖിപ്പാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന വിവരപ്പെട്ട അവസരത്തോട് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിലൊക്കെ നാം ആയിരത്തി കർത്താവ് നമ്മെ പരിപാലിച്ചു ക്ഷേമത്തോടെ ഈ വിശുദ്ധ സഹായവും നമ്മുടെ കൂട്ടിവീട്ടിൽ കർത്താവിന്റെ വിശുദ്ധതയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സർവ്വവിധമായ ഒരാഴ്ച കൂടി നമ്മെ വിട്ട് കടന്നുപോയി. കർത്താവ് നാം ആയിരുന്ന സ്ഥാനങ്ങളൊക്കെ നമ്മെ പരിപാലിച്ചു. നമ്മൾ പല സ്ഥലങ്ങളിൽ കടന്നുപോയി. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ കടന്നുപോയി, നമ്മുടെ ജോലിക്ക് വേണ്ടി കടന്നുപോയി. അവിടെയൊക്കെ ദൈവത്തിന്റെ പരിപാലനം നമ്മുടെ കൂടെ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവനെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം. ആരെങ്കിലും അടുത്തുന്ന സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞാൽ അത് ദൈവത്തെ പുകഴ്ത്തുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പത്തെ ആഴ്ച നമ്മുടെ യോഗേഴ്സിൽ കൺവെൻഷൻ നടത്തി കർത്താവിന്റെ ദാസൻ സംസാരിച്ചത് ഏറെക്കുറെ ഇതാ. കർത്താവിന്റെ ദാസന്റെ ഞായറാഴ്ചത്തെ മെസ്സേജ് ഇതായിരുന്നു, എല്ലാ യാഗങ്ങളുടെയും പൂർത്തീകരണം യേശുക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ചു. ഇനി ഒരു യാഗം മാത്രമേ ബാക്കിയുള്ളൂ. അത് നമ്മുടെ അധരഫലം എന്ന സ്തോത്രയാഗമാണ്. ദൈവത്തിന് വചനം പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുള്ളത്. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് വകയുണ്ടോ? നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവം. സ്തോത്രം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത് ദൈവം, നമ്മുടെ വീഴ്ചയിൽ നമ്മെ കാത്ത ദൈവം. ദൈവത്തിന് നമ്മുടെ കരങ്ങളെ ഉയർത്തി ശക്തമായ ഒരു സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അന്ന് വായിച്ച സങ്കീർത്തനം 40-ാം സങ്കീർത്തനം വളരെ മനോഹരമായ സങ്കീർത്തനം. നാം ഇവിടെ ഈ കർത്താവിന്റെ ദാസനിൽ കൂടെ പല പ്രാവശ്യം വായിച്ച് കേൾക്കുകയും നല്ല ആലോചനകളൊക്കെ കേൾക്കുകയും ചെയ്ത സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് സങ്കീർത്തനം എഴുതുവാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അവിടെ പറയുന്നില്ലെങ്കിലും അതിന് മുമ്പുള്ള സങ്കീർത്തനങ്ങൾ 38, 39 സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ ഏറെക്കുറെ ദാവീദിന്റെ ആ അനുഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 38, 39 സങ്കീർത്തനങ്ങൾ ഓടിച്ചു നോക്കിയാൽ 3-ാം വാക്യം, പാപഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല, എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുവട് പോലെ ഞാൻ. പിന്നെ 6-ാം വാക്യം, ഞാൻ ഏറ്റവും കൂരിയിരിക്കുന്നു. 10-ാം വാക്യം, എന്നെ നെഞ്ചിരിക്കുന്നു. 11-ാം വാക്യം, എന്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും ബാധ കണ്ട് മാറി നിൽക്കുന്നു. ഇങ്ങനെ തുടങ്ങി 39-ാം സങ്കീർത്തനത്തിൽ ഇതിന് ആയുസ് ഇങ്ങനെ 4 പേര് നീളമാക്കിയിരിക്കുന്നു തുടങ്ങി ജീവിതത്തിൽ നിരാശയും കഷ്ടപ്പാടും ഒക്കെ
ദാവീദ് ഈ സങ്കീർത്തനത്തിലൂടെ വിവരിക്കുകയാണ്. 40ാമത്തെ സങ്കീർത്തനത്തിൽ കടന്നു വരുമ്പോൾ ദൈവം ഈ അവസ്ഥയിൽ നിന്ന് ദാവീദിനെ വിടുവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. സ്തോത്രം, ഹല്ലേലൂയ. 40ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് മാത്രം ചില കാര്യങ്ങൾ ഓർമ്മിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ആ 1 മുതൽ 3 വാക്യങ്ങൾ ദാവീദിന്റെ അനുഭവ സാക്ഷ്യമാണ്. ദാവീദിന്റെ അനുഭവ സാക്ഷ്യത്തിൽ ദാവീദായിരുന്ന അവസ്ഥ എന്താ? നമ്പർ 1, ദാവീദ് നാശകരമായ ഒരു കുഴിയിൽ കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു. അതെ. എന്നിട്ട് രണ്ടാമത് ദാവീദ് യഹോവയോട് നിലവിളിച്ചു. 3, ദാവീദ് യഹോവയ്ക്കായി കാത്തിരുന്നു. 4, ദൈവം ദാവീദിനെ ആ കുഴിയിൽ നിന്ന് വിടുവിച്ചു. 5, ദാവീദ് ദൈവം പുതിയൊരു പാട്ട് നൽകി. 6, പലരും അത് കണ്ട് യഹോവയിൽ ആശ്രയിച്ചു. സ്തോത്രം. ദാവീദായിരുന്ന അവസ്ഥ ഏതാ? അക്ഷരികമായ ഒരു കുഴിയുടെ അവസ്ഥയിലേക്ക് അല്ല ദാവീദ് വീണത്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിലും നമ്മുടെ എഴുതിയിരിക്കുന്നത് അക്ഷരികമായ ഒരു കുഴിയുടെ അവസ്ഥയല്ല, നിരാശ. ഈ നാശകരമായ കുഴി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നിരാശയുടെ അനുഭവങ്ങൾ, പ്രതീക്ഷകൾ വറ്റിപ്പോയ സ്ഥാനം, ഹോപ്പ്ലെസ്നെസ് അല്ലെങ്കിൽ ഡെസ്പറേഷൻ, നിരാശയുടെ പടികുടിയിൽ ആരും സഹായിക്കുവാനില്ലാത്ത അവസ്ഥയിലായിരുന്നപ്പോൾ ദാവീദ് എഴുതിയ സങ്കീർത്തനം. ഇത് ദാവീദ് അക്ഷരികമായ കുഴിയിൽ വീണില്ലെങ്കിലും അക്ഷരികമായ കുഴിയിലേക്ക് വീഴ്ത്തപ്പെട്ട 2 പേര് നമ്മുടെ വചനത്തിലുണ്ട്. അതിലൊന്ന്, പൊട്ടക്കിണറിന്റെ അവസ്ഥയിലേക്ക് എറിയപ്പെട്ട യോസഫ്. താൻ സ്നേഹിച്ചിരുന്ന സഹോദരന്മാർ, തന്നെ സ്നേഹിച്ചിരുന്നു താൻ കരുതുന്ന സഹോദരന്മാരാൽ പൊട്ടക്കിണറിലേക്ക് യോസഫിനെ വലിച്ചെറിഞ്ഞു. എന്നാൽ ആരവനെ പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിഞ്ഞു, അവരുടെ കരങ്ങൾ കൊണ്ട് തന്നെ അവനെ ആ പൊട്ടക്കിണറിന്റെ അവസ്ഥയിൽ നിന്ന് ദൈവം എടുത്തു വലിച്ചു പോക്കി ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് അയച്ച് അവിടെ മിസ്രൈമിലെ പ്രധാനിയാക്കി തന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ ദൈവം അവനെ മാനിച്ചു. ഇല്ലേ? യോസഫിന്റെ അനുഭവം. മറ്റൊരു വ്യക്തി യിരെമ്യാ പ്രവചനം 38-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം യിരെമ്യാ പ്രവാചകൻ എന്ന് പറയുന്നത് ഇസ്രായേലിലെ രാജാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ്. ഇസ്രായേലിലെ രാജാക്കന്മാർ ദൈവവഴി വിട്ട് മാറിപ്പോയപ്പോൾ ദൈവം യിരെമ്യാ പ്രവാചകൻ അന്നത്തെ രാജാവെന്ന സിദെക്കീയാവിന്റെ അടുത്ത് എന്ന് ശക്തമായ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക. ഇസ്രായേലിന് വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചും ബാബിലോൺ വന്ന് ഇസ്രായേലിനെ തകർക്കുമെന്നും ശക്തമായി വിളിച്ചു പറഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്നറിയോ? രാജാവിന്റെ കൂടെയുള്ള കുറെ ആൾക്കാരെ യിരെമ്യാവ് രാജ്യത്തിനും എതിരെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന്റെ അനുവാദം വായിച്ചുകൊണ്ട് യിരെമ്യാവിനെ കൊണ്ട് ഒരു കുഴിയിൽ യിരെമ്യാ 38-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണെന്ന് ആർക്കെങ്കിലും വായിക്കാം. യിരെമ്യാ 38:6. അത്രയും മതി. അത് പറയുന്നത് യിരെമ്യാവിനെ ആ കുഴിയിലേക്ക് വളരെ രസകരമായിട്ട് തോന്നി എനിക്ക്. ആ കുഴിയിലേക്ക് തള്ളിയിടത് കയറുകൊണ്ട് യിരെമ്യാവിനെ ആ കുഴിയിലേക്ക് കയറുകൊണ്ട് ഇറക്കിയത്. അതെന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ നീ അവിടെ പെട്ടെന്ന് മരിക്കാതെ പട്ടിണി കണ്ട് മരിക്കാനെ കൊണ്ട് ഉള്ള സാഹചര്യമായിരിക്കാം. എന്നിട്ട് ആ തള്ളിയിടുവാൻ വേണ്ടി അനുവാദം കൊടുത്ത രാജാവിന്റെ അടുത്ത് തന്നെ അനുവാദം വാങ്ങിച്ച് വേറൊരുത്തൻ വന്ന് യിരെമ്യാവിനെ അവിടെ കയറ്റി. അടുത്ത വാക്യങ്ങൾ വായിക്കേണ്ട, നമുക്ക് സമയമില്ല വായിക്കാനെ കൊണ്ട്. ആ അനുവാദം കൊടുത്ത രാജാവിന്റെ മനസ്സിനെ തന്നെ ദൈവം മാറ്റി. യിരെമ്യാവിനെ ആ കുഴിയുടെ അവസ്ഥയിൽ നിന്ന് തന്നെ പിന്നെയും വീണ്ടെടുത്ത് രാജാവിന്റെ മുമ്പിൽ നിന്ന് ഇസ്രായേലിന് വരുന്ന ആ ന്യായവിധിയെ കുറിച്ച് രാജാവിന്റെ മുമ്പിൽ നിന്ന് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുവാൻ യിരെമ്യാവിന് വീണ്ടും ദൈവം ശക്തി കൊടുത്ത് രാജസന്നിധിയിൽ നിർത്തി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നമ്മെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ നമ്മെ മാനിക്കുവാൻ നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയില് ഒരു കൈ വരണ്ട ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയത് നമ്മുടെ പരീക്ഷന്മാര് ശാസ്ത്രിമാർ ഇതൊക്കെ കണ്ടിട്ട് കർത്താവിനോട് ചോദിച്ചു, ശവത്തിൽ ഇത് ചെയ്യുന്നത് വിഹിതമാണെന്ന് ചോദിച്ചപ്പോൾ യേശുക്രിസ്തു അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാം? നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാളുണ്ടെന്നിരിക്കട്ടെ, അത് ശവത്തിൽ കുഴിയിൽ വീണാൽ നിങ്ങൾ അതിനെ പിടിച്ച് കയറ്റാതിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് യേശു അവനെ നിന്ന മാറ്റി, യേശു അവന്റെ പരിഹാസം മാറ്റി. അവനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം അവനെ കൈപിടിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അവനെ സൗഖ്യമാക്കി വീട്ടിലേക്ക് പറഞ്ഞയച്ച ദൈവമാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് കടന്നു ചെല്ലേണ്ടത് നമ്മുടെ യേശുവിന്റെ പാദപീഠത്തിലാണ്. കടന്നു ചെല്ലുവാൻ വേറൊരു സ്ഥലമില്ല. യേശുവിന്റെ പാദപീഠം മാത്രമാണ് നമുക്ക് കടന്നു ചെല്ലുവാനുള്ളത്. നമ്മുടെ
കർത്താവ് യേശു ക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതം. യേശു പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ അത്ഭുതം കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയിരുന്നു. അല്ലെ, നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന അത്ഭുതം. അവിടെ എഴുതിയിരിക്കുന്നത് യേശുവിന്റെ അമ്മ മറിയ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെ ആ കല്യാണത്തിന് വിളിച്ചിരുന്നു. നമുക്കറിയാം അവിടെ ഉണ്ടായ പോരായ്മയും യേശു ആ പോരായ്മ മാറ്റിക്കൊടുത്തു. ഇല്ലേ, എന്നിട്ട് പറയാ അവിടുത്തെ ആ വീഞ്ഞിന്റെ പോരായ്മ യേശു മാറ്റിക്കൊടുത്തു. യേശു അവിടെ ഉണ്ടായിരുന്നത് ആ ഭവനത്തിന് ഒരു വിടുതലായി. ഇല്ലേ, അവിടെ നിന്ന യേശു മാറ്റി, അവരുടെ പരിഹാസം യേശു മാറ്റി, മറ്റുള്ളവരുടെ മുമ്പ് നിന്ദിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം ആ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചു. യേശുവിന്റെ അമ്മ മറിയ പോയിട്ട് യേശുവിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ലെ, നമ്മുടെ ജീവിത വൃത്തത്തിൽ യേശുവിനെ കർത്താവും നാഥനും ആത്മമണവാളനുമായി ഏറ്റു പറയുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്ക് ആദ്യം ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവർ മുമ്പിൽ ലജ്ജിച്ചു പോകേണ്ടി വരുമോ? മനുഷ്യരുടെ മുമ്പിൽ എങ്ങനെ നിൽക്കുമെന്ന് ചിന്തിച്ച ഭാരപ്പെട്ട വിഷയങ്ങളുടെ മുമ്പിൽ, വേദനിച്ച വിഷയങ്ങളുടെ മുമ്പിൽ നമ്മുടെ കർത്താവ് പരിപാലിച്ചു. യഹോവ വരുത്തിയ രക്ഷയാ നമ്മുടെ കൊമ്പ് ഉയർന്നിരിക്കുമാർ, യഹോവ വരുത്തിയ രക്ഷയാ നമ്മുടെ ഉള്ളം സന്തോഷിക്കുമാർ, യഹോവ വരുത്തിയ രക്ഷയാ നമുക്ക് ജയം തന്ന ദൈവത്തെ സ്തുതിക്കാമോ? നമുക്കൊരു വിഷയമുണ്ടായാൽ നമുക്ക് കടന്നു ചെല്ലേണ്ടത് യേശുവിന്റെ പാദപീഠത്തിലുണ്ട്. യേശുവിന്റെ പാദപീഠത്തിൽ ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അവരൊക്കെ വിഷയങ്ങൾ സ്വർഗം കൈയേറ്റിയിട്ടുണ്ട്. സ്തോത്രം. ഞാൻ പാടുന്ന ഇംഗ്ലീഷ് ഹിമ്മുണ്ട്, ഒരു പഴയ പാട്ട്. അതിങ്ങനെയാണ്, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്നുള്ള പാട്ട്. അതിന്റെ മലയാള പരിഭാഷ ഇങ്ങനെയാ, എന്തു നല്ല ഒരു സഖി യേശു, പാപ ദുഃഖം വഹിക്കും എല്ലാം യേശുവോട് ചൊല്ലിടുമ്പോൾ താല്പര്യം. പാട്ടുകാരെ വീണ്ടും പറഞ്ഞതുണ്ടോ, ഭാരം വൈഷമ്യങ്ങൾ തുമ്പങ്ങളും അസംഖ്യം, രക്ഷകനല്ലോ സങ്കേതം പോയി ചൊല്ലി യേശുവോട്. സ്തോത്രം. ഇവിടെ അലട്ടുന്ന വിഷയങ്ങൾ എന്ത് തന്നെയായാലും ജീവിതത്തിൽ ഒരു പക്ഷേ വളരെ പ്രതീക്ഷയുമായി പല വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തേക്ക് കടന്നു വന്നതാകാം. എന്നാൽ ജീവിത സമുദ്രം പുറമെ നിന്ന് നോക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ശാന്തമായി എന്ന് തോന്നിയേക്കാം. എന്നാൽ മരുഭൂമിയിലെ ചുട്ടുകൊള്ളുന്ന മരണാനെടുത്ത് എന്ന പോലെ സമുദ്രത്തിന്റെ ചുഴിയുള്ളതും ആഴയുള്ളതും എന്ന് പറയുന്നതുമായ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പകച്ചു നിന്നുകൊണ്ട് എങ്ങനെ ഇതിനെ തരണം ചെയ്യും, ഈ സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ടെങ്കിൽ ഈ സംഗീതത്തിലൂടെ ഇതിനോട് പ്രബോധിപ്പിക്കുവാനുള്ളത്, നിങ്ങളെ അലട്ടുന്ന തുമ്പങ്ങൾ എന്തൊക്കെയായാലും വൈഷമ്യതകൾ എന്തൊക്കെയായാലും നമുക്ക് അടുത്ത് ചെല്ലുവാൻ ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ പക്കൽ ആര് കടന്നു നിന്നിട്ടുണ്ടോ അവരൊക്കെ വിടുതൽ പ്രാപിച്ചു. അതിന്റെ പൗലോസ് പറയുക, അതുകൊണ്ട് കൃപ കരുണ ലഭിക്കേണ്ടതിനും സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കേണ്ടതിനും വേണ്ടി ധൈര്യത്തോടെ അവന്റെ കൃപാസനത്തിൽ ചെന്ന് അഭയം പ്രാപിക്കുവാൻ പൗലോസ് വീണ്ടും പറയുക, ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവനെ രൂപനിധി അവസാനത്തോളം കാക്കുമെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെ കയറ്റി. ഈ കുഴിഞ്ഞ ചേറെന്ന് പറഞ്ഞാൽ നിരാശയുടെ അനുഭവമാണ്. ഞാൻ പറഞ്ഞു മറ്റൊരു കാര്യം, ഇത് ഒറ്റപ്പെടുത്തേണ്ട അനുഭവം. പൊട്ടക്കിണറിന്റെ അടുത്തേക്ക് ആരെങ്കിലും ചെല്ലുമോ? ആരെങ്കിലും പൊട്ടക്കിണറിൽ ചെന്ന് നമ്മൾ നോക്കാറുണ്ടോ? ആരെങ്കിലും വന്നിട്ട് കുഴിയിൽ, നാശകരമായ കുഴിയിൽ കിടക്കുന്ന ആളെ നോക്കിയിട്ട് ഒന്നി അവിടെ അല്ലേ, എനിക്ക് നിന്നെ സഹായിക്കുവാൻ കഴിയത്തില്ല, ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. നമ്മുടെ അമ്മയപ്പന്മാർക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ സഹോദരന്മാർക്കോ നമ്മുടെ കൂട്ടുവിശ്വാസികൾക്കോ ഒന്നിനും നമ്മെ രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ ഉയരത്തിൽ നിന്ന് മാത്രം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം. സ്തോത്രം. ദാവീദ് അങ്ങനെ ആയിരുന്ന സാഹചര്യത്തിൽ ദാവീദ് എന്താ ചെയ്തത്? 121 സങ്കീർത്തനം 1-ാം വാക്യം, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ദാവീദ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുന്നില്ല, എന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നീ കുഴിയിലാണെന്ന് തോന്നിയേക്കാം, നിന്റെ കാല് വഴുതാതെ നിന്നെ കാക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു. അപ്പോഴോ നമ്മുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പുരുഷന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സ്തോത്രം. സ്തോത്രം. 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് വേറൊരു സാഹചര്യത്തിലായിരുന്ന പെരുവെള്ളം നമ്മെ ഒഴുക്കിക്കളയാമായിരുന്ന ഒരവസ്ഥ. ദാവീദ് പറയുക,
ദൈവം ദാവീദിനെ എങ്ങനെ രക്ഷിച്ചെന്നറിയാമോ? അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. സ്തോത്രം. ആരുടെങ്കിലും അങ്ങനത്തെ സാഹചര്യത്തിൽ നിന്ന് പകൽക്കാലമായിരിക്കുന്നുവെങ്കിൽ ജീവിതത്തിന്റെ എല്ലാം നിരാശയുടെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രതീക്ഷയ്ക്ക് ഒട്ടും വകയില്ലെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ ഒരുപക്ഷെ ജോലിയാകാം, മക്കളെ കുറിച്ചുള്ള ഭയമാകാം, ജീവിതത്തെ കുറിച്ചുള്ള ഭയമാകാം, എന്ത് തന്നെയാണ്, എന്ത് വിഷയങ്ങളായിക്കൊള്ളട്ടെ, അത് യേശുവിന്റെ പാദപീഠത്തിലേക്ക് കൊടുത്താൽ യേശു നമ്മളെ സഹായിക്കും. നമ്മൾ കടന്നു ചെല്ലുവാൻ, അടുത്ത് ചെല്ലുവാൻ ഒരു സ്ഥലമേ ഉള്ളൂ, നമ്മുടെ കർത്താവിന്റെ പാദപീഠമാണ്. സംഗീതത്തിൽ പറയുന്നത്, നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചീറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. ആരായി പാറ? സ്തോത്രം. നമ്മുടെ യഹോവയൊഴികെ പാറയാരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ. യഹോവയൊഴികെ ദൈവമാരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ എന്ന ദൈവത്തിന്റെ വചനം പറയും. ആ പാറ നമ്മുടെ ക്രിസ്തുവാ. ഈ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ മൂലക്കല്ലായ യേശുവിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കല്ലുകളാക്കി ചേർത്ത് പണിഞ്ഞിരിക്കുക. അതുകൊണ്ട് ആരും ദൈവസന്നിധിയിൽ വന്നിട്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു സഹായകനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചീറ്റിൽ നിന്നും അവനെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എന്റെ ദൈവത്തിന്റെ സ്തുതി തന്നെ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന്റെ സ്തുതി അർപ്പിക്കാമോ? ദൈവത്തിന്റെ സ്തോത്രം അർപ്പിക്കാമോ? ദൈവം ചെയ്ത നന്മകളെ ഓർക്കാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ വീണുപോകാതെ, താണുപോകാതെ, ഒഴുകിപ്പോകാതെ ദൈവം നമ്മൾ നിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി ഒരു പ്രാവശ്യം നമ്മുടെ കരങ്ങളെ ഉയർത്തി ശക്തമായി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.